ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ സുബാന, എറണാകുളം ലോ കോളേജിലെ 4th ഇയർ ബികോം LLB സ്റ്റുഡന്റ് ആണ്. ഈ വീഡിയോ തംബ്നെയിൽ കണ്ട പോലെ തന്നെ എങ്ങനെയാണ് 2026 ക്ലീ എക്സാം ക്രാക്ക് ചെയ്യാന്നുള്ളതാണ്. ആൻഡ് ഓൾസോ 2025 ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോസിന് താഴെയായിട്ട് ഈയിടെയായിട്ട് കുറച്ച് കമന്റ്സ് ശ്രദ്ധിച്ചിരുന്നു. ഏത് ഗൈഡാണ് യൂസ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ 2026 എക്സാം ക്രാക്ക് ചെയ്യാനുള്ള ഒരു പ്ലാൻ പറയാവോ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറച്ച് ഡൗട്ട്സ് ഒക്കെ. അപ്പൊ ആ ഒരു ഡൗട്ട്സും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ക്ലിയർ ചെയ്യുന്നത്. ആൻഡ് ഓൾസോ നിങ്ങളിപ്പോൾ ഒരു +2 കഴിഞ്ഞിട്ടുള്ള സ്റ്റുഡന്റ് ആണ്, ഡിഗ്രി കഴിഞ്ഞു, നിങ്ങൾക്ക് LLB ചൂസ് ചെയ്യാനായിട്ടുള്ള ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ വക്കീലാവണമെന്ന് ആഗ്രഹമുണ്ട്, അങ്ങനെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ആദ്യം തന്നെ നമുക്ക് എന്താണ് ക്ലീ, അതിൽ നിന്ന് തന്നെ തുടങ്ങാം. ക്ലീ എന്ന് പറയുന്നത് കേരളത്തിലെ 4 ഗവൺമെന്റ് ലോ കോളേജുകളിലേക്കും മറ്റ് പ്രൈവറ്റ് ലോ കോളേജുകളിലും അഡ്മിഷൻ എടുക്കാനായിട്ട് നമ്മൾ എഴുതേണ്ട ഒരു എൻട്രൻസ് ടെസ്റ്റ് ആണ് ക്ലീ എന്ന് പറയുന്നത്. ഈ ക്ലീ ഒരു കംപ്ലീറ്റ്ലി കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്, പെൻ ആൻഡ് പേപ്പർ ടെസ്റ്റ് അല്ല. ആൻഡ് ഓൾസോ 120 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് ഈ ഒരു എക്സാമിനായിട്ട് ഉണ്ടാവുക. അതുപോലെ തന്നെ 2 മണിക്കൂറായിരിക്കും എക്സാം ഉണ്ടാവുക. ഓരോ കറക്റ്റ് ആൻസേഴ്സിന് നമുക്ക് 3 മാർക്ക് കിട്ടും. അതുപോലെ ക്ലീ എക്സാമിൽ നെഗറ്റീവ് മാർക്കും ഉണ്ട്. ഒരു മാർക്കാണ് നെഗറ്റീവ് മാർക്ക്, അതായത് നമുക്ക് കിട്ടിയിട്ടുള്ള മാർക്കിൽ നിന്ന് എവറി റോങ് ആൻസേഴ്സിന് 1 മാർക്ക് വെച്ച് ഡിഡക്റ്റ് ആയി പോകും. സോ ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 360 ആണ്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക, അതായത് ഒരു ക്വസ്റ്റ്യൻ തരും, 4 ഓപ്ഷൻസ് ഉണ്ടാവും, അതിൽ നിന്ന് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ചൂസ് ചെയ്യാം. ക്ലീ എക്സാമിന്റെ പാറ്റേണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 4 സെക്ഷൻസ് ആയിരിക്കും ഉണ്ടാവുക. ജനറൽ ഇംഗ്ലീഷ്, ജനറൽ നോളജ്, അരിത്തമാറ്റിക് ആൻഡ് മെന്റൽ എബിലിറ്റി, ലീഗൽ ആപ്റ്റിറ്റ്യൂഡ്. ക്ലീയിൽ 2 ഓപ്ഷൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്, 5 ഇയർ LLBയും 3 ഇയർ LLB. നിങ്ങൾ +2 കഴിഞ്ഞ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 ഇയർ LLB ചൂസ് ചെയ്യാം. അതുപോലെ ഡിഗ്രി കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ 3 ഇയർ LLB ചൂസ് ചെയ്യാൻ പറ്റും. 5 ഇയർ LLBക്കകത്ത് 3 കോഴ്സ് ഓപ്ഷൻസ് ആണ് ഗവൺമെന്റ് ലോ കോളേജുകളിൽ അവൈലബിൾ ആയിട്ടുള്ളത്: BA LLB, ബികോം LLB ആൻഡ് BB LLB. 4 ഗവൺമെന്റ് ലോ കോളേജുകളാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ 4 ഗവൺമെന്റ് ലോ കോളേജുകൾ ഏതൊക്കെയാണെന്ന് ഇനി നമുക്ക് നോക്കാം. ഗവൺമെന്റ് ലോ കോളേജ് എറണാകുളം, ഗവൺമെന്റ് ലോ കോളേജ് തിരുവനന്തപുരം, ഗവൺമെന്റ് ലോ കോളേജ് കോഴിക്കോട് ആൻഡ് ഗവൺമെന്റ് ലോ കോളേജ് തൃശൂർ. ഇനി ഇവിടെ 5 ഇയറിനകത്ത് ഏതൊക്കെ കോഴ്സുകളാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്നും കൂടെ നോക്കാം. എറണാകുളം ലോ കോളേജിനകത്ത് ബികോം LLBയും, തിരുവനന്തപുരം ലോ കോളേജിൽ BA LLBയും, കോഴിക്കോട് ലോ കോളേജിലും അതുപോലെ തൃശ്ശൂർ ലോ കോളേജിലും BBA LLB ആണ് ഓഫർ ചെയ്യുന്നത്. ക്ലീ എക്സാമിന് ഏജ് റെസ്ട്രിക്ഷൻസ് ഇല്ല, ഏതൊരു ഏജിൽപ്പെട്ട ആൾക്കാർക്കും ഈ ഒരു എൻട്രൻസ് എഴുതാനായിട്ട് പറ്റും. 4 ഗവൺമെന്റ് ലോ കോളേജുകളിലും എത്ര സീറ്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് നോക്കാം. തിരുവനന്തപുരം ലോ കോളേജിൽ 3 ഇയർ LLBക്കകത്ത് 60 സീറ്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. തൃശ്ശൂർ ലോ കോളേജിലും എറണാകുളം ലോ കോളേജിലും കോഴിക്കോട് ലോ കോളേജിലും 3 ഇയർ LLBക്കകത്ത് 120 സീറ്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. എറണാകുളം ലോ കോളേജിൽ 5 ഇയർ LLBയിൽ 60 സീറ്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തൃശ്ശൂർ ലോ കോളേജിലും 60 സീറ്റ്സ് ആണ്. തിരുവനന്തപുരം ലോ കോളേജിലും കോഴിക്കോട് ലോ കോളേജിലും 120 സീറ്റ്സ് ആണ് 5 ഇയർ LLBക്കകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. ഗവൺമെന്റ് ലോ കോളേജുകൾക്ക് പുറമെ ഒരുപാട് പ്രൈവറ്റ് ലോ കോളേജസ് ഇന്ന് കേരളത്തിൽ അവൈലബിൾ ആണ്. അതിൽ 3 ഇയർ LLB ഓഫർ ചെയ്യുന്നത് 17 ലോ കോളേജസ് ആണ്. അതുപോലെ 5 ഇയർ LLB ഓഫർ ചെയ്യുന്നത് 30 ലോ കോളേജസ് ആണ്. ഇനി കുറെ പേർക്കുള്ള ഒരു ഡൗട്ടാണ്, എപ്പോഴാണ് ക്ലീ എക്സാം ഉണ്ടാവുക, അതോ നോട്ടിഫിക്കേഷൻസ് വന്നു, ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞോ, ഇനി എപ്പോഴായിരിക്കും റിസൾട്ട് വരിക തുടങ്ങിയിട്ടുള്ള ഡൗട്ട്സ്. അപ്പൊ ലാസ്റ്റ് ഇയറിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ഇയറിൽ ഏപ്രിലാണ് നോട്ടിഫിക്കേഷൻ വന്നത്. അതുപോലെ എക്സാം വിളിച്ചിട്ടുണ്ടായിരുന്നത് മെയ് ലാസ്റ്റ് വീക്കിലേക്കായിരുന്നു, പിന്നെ അത് എക്സ്റ്റെൻഡ് ചെയ്ത് ജൂൺ 1 അപ്പൊ ഇതൊരു ടെൻഡേറ്റീവ് ഡേറ്റ് ആണ് പറയുന്നത്, പ്രോപ്പർ ആയിട്ടുള്ള ഡേറ്റ് അല്ല. പക്ഷെ നമുക്ക് ജൂണിൽ തന്നെ ക്ലീ എക്സാം എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ക്ലീയെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞു പോയിട്ടുള്ളത്. ഇനി നമുക്ക് വീഡിയോയുടെ ഇമ്പോർട്ടന്റ് ഭാഗത്തിലേക്ക് വരാം, എങ്ങനെ 2026 ക്ലീ എക്സാം ക്രാക്ക് ചെയ്യാം. സോ അതിനായിട്ട് ആദ്യം തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതൊരു കോമ്പറ്റീറ്റീവ് എക്സാം ആണ്. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സീറ്റ്സേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. ആ ഒരു എക്സാമിലേക്ക് ഒരുപാട് കുട്ടികൾ കേരളത്തിൽ ക്ലീ എക്സാം എഴുതുന്നുണ്ട്. അപ്പൊ അവരുടെ കൂടെ കോമ്പീറ്റ് ചെയ്ത് അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമാണ് ഗവൺമെന്റ് ലോ കോളേജുകളിൽ അഡ്മിഷൻ എടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ആദ്യം തന്നെ നിങ്ങളുടെ മൈൻഡ് സെറ്റ് എന്താന്ന് വെച്ചാൽ ഇത്രയധികം പിള്ളേർ എഴുതുന്ന ഒരു എക്സാം ആണ്. സോ അതിൻ്റെതായിട്ടുള്ള പ്രിപ്പറേഷൻസ് വേണം, അല്ലാതെ ചുമ്മാ പോയിരുന്ന് എഴുതിയാലൊന്നും കിട്ടൂല എന്നുള്ള ഒരു റിയാലിറ്റിയിലേക്ക് വരണം. മുന്നത്തെ വർഷങ്ങളിലൊക്കെ ഇത് ഇത്രയും ആളുകൾ എഴുതുന്ന ഒരു എക്സാം ആയിരുന്നില്ല. പക്ഷെ ഇപ്പോഴതിന് ശേഷം 2020 ഓൺവേർഡ്സ് ഇത് വളരെയധികം കോമ്പറ്റീഷനുള്ള ഒരു എക്സാം ആയിട്ട് മാറിയിട്ടുണ്ട്. നിങ്ങൾ ഇതൊരു കോമ്പറ്റീറ്റീവ് എക്സാം ആണെന്നുള്ള ഒരു റിയാലിറ്റി മനസ്സിലാക്കി. ഇനി നിങ്ങൾക്ക് വേണ്ടത് സെൽഫ് കോൺഫിഡൻസ് ആണ്. നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ഒരു ആത്മവിശ്വാസം ഉണ്ടാവും. അതായത് 2026 ക്ലീ എക്സാം ഞാൻ ക്രാക്ക് ചെയ്യും, ഇത് എത്ര ടഫ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇത് എത്ര ആൾക്കാർ എഴുതുന്നതായിക്കോട്ടെ, എന്നെ കൊണ്ട് ഇത് പറ്റും.
ഞാനിത് പഠിച്ചാൽ എന്നെ കൊണ്ട് ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു സെൽഫ് കോൺഫിഡൻസ് നിങ്ങൾക്ക് ഈ ഒരു ത്രൂ ഔട്ട് ഈ ഒരു എൻട്രൻസ് പ്രിപ്പറേഷൻ ജേർണിയിൽ വേണം. ക്ലീ എക്സാമിന്റെ സിലബസ് അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ CA സൈറ്റിനകത്ത് സിലബസ് അവൈലബിൾ ആണ്. ഏതൊക്കെ ഏരിയാസിൽ നിന്നാണ് പഠിക്കേണ്ടത്. ലോ ഒരു വാസ്റ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. ഒരുപാട് ലോസ് ഉണ്ട്, ഒരുപാട് ആക്ട്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾ അതെല്ലാം കൂടെ പഠിക്കണം, ഏതൊക്കെ പഠിക്കണം, ഏതൊക്കെ അവോയ്ഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ധാരണ കിട്ടണമെന്നുണ്ടെങ്കിൽ സിലബസ് നിങ്ങൾ മനസ്സിലാക്കണം. സിലബസ് മനസ്സിലായി നമുക്ക്. അപ്പൊ ഏതൊക്കെ ടോപ്പിക്സ് ആണ് പഠിക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ കിട്ടി. ഇനി ഈ ടോപ്പിക്സിൽ നിന്നൊക്കെ എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക, ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ കിട്ടണമെങ്കിൽ നമ്മൾ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയേ പറ്റത്തുള്ളൂ. സോ ആ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏത് ഏരിയാസിൽ നിന്നാണ് കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അതുപോലെ അരിത്തമാറ്റിക് ആൻഡ് മെന്റൽ എബിലിറ്റിയുടെ ഒക്കെ സിമിലർ പാറ്റേണിൽ നമ്പേഴ്സ് മാത്രം മാറിയിട്ടുള്ള ചോദ്യങ്ങൾ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. സോ അതൊക്കെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ നോക്കണം. ഇനി പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ എവിടെ നിന്നാണ് കിട്ടുക എന്നുള്ളത് കുറെ പേരുടെ ഒരു കൺഫ്യൂഷൻ ആണ്. അപ്പൊ റീസെന്റ് ഞാൻ ഹരി ടോക്സ് ലോ എന്ന് പറയുന്ന സാറിന്റെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട്. ആ ചാനലിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഫ്രീ ആയിട്ട് ഒരു ഡ്രൈവ് കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഡ്രൈവിൽ പല ഇയേഴ്സിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ ആണ്, ബോത്ത് 5 year and 3 year അല്ലേ. ഇപ്പൊ നമ്മൾ സിലബസ് പറഞ്ഞു, അതുപോലെ എക്സാമിന്റെ പാറ്റേൺസ് മനസ്സിലാക്കി, പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കി. ഇനി നമ്മൾ എവിടെ നോക്കി പഠിക്കും? നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ലൈക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കോച്ചിങ് എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യാം. സോ സെൽഫ് പ്രിപ്പറേഷൻ പ്രിഫർ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് ഒരു നല്ല ഗൈഡാണ്. സോ ഒരു ഗൈഡ് നിങ്ങൾ മേടിച്ചു എന്നുള്ളത് ഉറപ്പ് വരുത്താം. മാർക്കറ്റിൽ ഒരുപാട് ഗൈഡ്സ് അവൈലബിൾ ആണ്. സോ ഇതിൽ നിന്ന് ഏതാണ് ബെസ്റ്റ് ആയിട്ടുള്ള ഗൈഡ്, അല്ലെങ്കിൽ ഏത് ഗൈഡാണ് നമ്മൾ ക്ലീക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ മേടിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 4 കാര്യങ്ങളാണ് നോക്കേണ്ടത്. ഫസ്റ്റ് ആയിട്ട് നോക്കേണ്ടത് നമ്മുടെ സിലബസും ആ ഒരു ഗൈഡും തമ്മിൽ മാച്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. അതായത് സിലബസിൽ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്സ് ഒക്കെ ആ ഒരു ഗൈഡ് കവർ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ആദ്യമായിട്ട് നോക്കേണ്ടത്. രണ്ടാമതായിട്ട് നോക്കേണ്ടത് അതിനകത്ത് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഉണ്ടോ എന്നുള്ളതാണ്. ജസ്റ്റ് തിയറീസ് പറഞ്ഞു പോവാതെ നമുക്ക് MCQ മോഡലിലുള്ള ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണോ എന്നുള്ളതാണ് രണ്ടാമതായിട്ട് നിങ്ങൾ നോക്കേണ്ടത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ. പല ഗൈഡ്സിലും പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവാറില്ല. സോ നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ള ഗൈഡ്സ് നോക്കിയിട്ട് ചൂസ് ചെയ്യണം. നാലാമതായിട്ട് പറയാനുള്ളത് മെയിൻ പോയിന്റ്സ്, ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഒക്കെ അതിനകത്ത് പോയിന്റ് വൈസ് ആയിട്ടാണോ കൊടുത്തിട്ടുള്ളത്, ബേസിക്കലി നമുക്ക് മനസ്സിലാവുന്ന രൂപത്തിലാണോ അതിൽ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത് എന്നുള്ളതും കൂടെ എൻഷുർ ചെയ്യാം. ഈ 4 കാര്യങ്ങളും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ഗൈഡ് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതാണ് ലോ എമിനൻസ് ജോബ് സെക്യൂറിയുടെ ഈ ഒരു ഗൈഡ്. ഈ ഒരു ഗൈഡിനകത്ത് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്, ഒരുപാട് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഓരോ ടോപ്പിക്സും നമുക്ക് മനസ്സിലാവുന്ന പോലെ പോയിന്റ് വൈസ് ആയിട്ടാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഓൾസോ ഈ ഒരു ഗൈഡിന്റെ ഏറ്റവും എന്താ പറയുക, എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരു QR കോഡ് ഉണ്ട്. ആ ഒരു QR കോഡ് നമ്മൾ സ്കാൻ ചെയ്ത് നമുക്ക് ഫ്രീ വീഡിയോ ലെക്ചേഴ്സ് വരെ കിട്ടും. അതായത് ക്ലിയറൻസിന് വേണ്ടിയിട്ടുള്ള പല പല ടോപ്പിക്സിന് റിലേറ്റഡ് ആയിട്ടുള്ള ഫ്രീ വീഡിയോ ലെക്ചേഴ്സ് ഇവർ ഫ്രീ ആയിട്ട് നമുക്ക് ആക്സസ് തരാണ്. അതുപോലെ തന്നെ ഒരുപാട് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്, ഇതിന് പുറമേയുള്ള ഒരുപാട് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും നമുക്ക് ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്താൽ ലഭിക്കും. സോ എന്തുകൊണ്ടും ഈ ഒരു ഗൈഡ് ബെസ്റ്റ് ഓപ്ഷൻ ആണ്. ഈ ഒരു ഗൈഡിനകത്ത് 616 പേജസ് ആണുള്ളത്. ആൻഡ് ഇതിന്റെ മാർക്കറ്റ് പ്രൈസ് വരുന്നത് 550 ആണ്. പക്ഷെ ഇത് നിങ്ങൾക്ക് ഓഫർ പ്രൈസിൽ 500 rupeesന് കിട്ടും. സോ ആ ഒരു ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് ഈ ബുക്ക് മേടിക്കാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇപ്പൊ നമുക്ക് നല്ല ഗൈഡൊക്കെ കിട്ടി. ഇനി നമ്മൾ പഠിക്കാനിരിക്കുകയാണ്. ഇനി നമുക്ക് എന്താണ് വേണ്ടത്? കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. നിങ്ങൾ ഒരു ദിവസം 10 മണിക്കൂർ ഇന്ന് പഠിച്ചു, പിറ്റേ ദിവസം 1 മണിക്കൂറേ പഠിച്ചുള്ളൂ, അല്ലെങ്കിൽ ഒട്ടും പഠിച്ചില്ല, അങ്ങനെ ആവരുത്. ഇനി ത്രൂ ഔട്ട്, ഇനി ആകെ 2 മാസം നമുക്കുള്ളൂ. ആ 2 മാസം ക്ലിയർ ആയിട്ട് ഇരുന്ന് പ്രോപ്പറായിട്ട് എന്നും ഇരുന്ന് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം. പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു സ്റ്റഡി ടൈം ടേബിൾ ഫോളോ ചെയ്യുക. നിങ്ങളുടെ പ്രിഫറൻസ് ഏതാണ്? ഏർലി മോർണിംഗ് പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിനനുസരിച്ച് ഒരു റൊട്ടീൻ ഉണ്ടാക്കുക. ഇനി അതല്ല ലേറ്റ് നൈറ്റ് കൂടുതൽ ഇരുന്ന് പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു റൊട്ടീൻ ഫോളോ ചെയ്യുക. ഹെവി ആയിട്ടുള്ള ടാസ്കുകൾ കൊടുത്ത് ആദ്യം തന്നെ എന്താ പറയുക, മടുപ്പിക്കാതിരിക്കുക. സോ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഏതാണോ കൺവീനിയൻ്റ് ആയിട്ടുള്ളത് അതുപോലെ ഒരു സ്റ്റഡി റൊട്ടീൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആൻഡ് ആ സ്റ്റഡി റൊട്ടീൻ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് എല്ലാ ദിവസവും ഫോളോ ചെയ്യുക. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പഠിച്ചതൊക്കെ ഓർമ്മയിൽ ഉണ്ടാവുക എന്നുള്ളത്. സോ നിങ്ങൾ എപ്പോഴും റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം. ഇന്ന് പഠിച്ചത് നാളെ രാവിലെ അല്ലെങ്കിൽ ഇന്ന് നിങ്ങൾ ഉറങ്ങുന്നതിന് മുന്നേ ആയിട്ട് റിവൈസ് ചെയ്തു എന്നുള്ളത് ഉറപ്പുവരുത്താം. എസ്പെഷ്യലി GK കറണ്ട് അഫയേഴ്സ് ഒക്കെ ഒരുപാട് നമുക്ക് കൺഫ്യൂഷൻസ് തരാറുണ്ട്. സോ അത് നിങ്ങൾ എപ്പോഴും കൂടുതൽ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. അതുവഴി മാത്രമാണ് നമുക്ക് GK കറണ്ട് അഫയേഴ്സ് ഒക്കെ പഠിക്കാൻ പറ്റുള്ളൂ. ആൻഡ് ഓൾസോ ഈ GK കറണ്ട് അഫയേഴ്സ് ഒക്കെ പഠിക്കുമ്പോൾ കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് ന്യൂസ് പേപ്പർ വായിക്കാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ ന്യൂസ് പേപ്പർ വായിച്ച് തന്നെ കറണ്ട് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുക. ഇനി അതല്ല, അതിനൊക്കെ ഒരുപാട് ടൈം പോകുന്നുണ്ട് അല്ലെങ്കിൽ അതിനൊന്നും
വയ്യ അങ്ങനെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് പർച്ചം ക്ലാസ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട്. ഒരുപാട് യൂട്യൂബ് ചാനലുണ്ട്. അതിനകത്ത് ഞാൻ പ്രിഫർ ചെയ്യുന്നത് പർച്ചം ക്ലാസ് എന്ന് പറയുന്ന അവരുടെ യൂട്യൂബ് ചാനലാണ്. അതിനകത്ത് ഡെയിലി കറണ്ട് അഫയേഴ്സ് ഉണ്ട്, വീക്ക്ലി കറണ്ട് അഫയേഴ്സ് ഉണ്ട്, മന്ത്ലി കറണ്ട് അഫയേഴ്സ് ഉണ്ട്. സോ അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ചാനലാണ് ജാഫേഴ്സ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ് ചാനൽ. ആ ചാനലിനകത്ത് വളരെ സിമ്പിൾ ആയിട്ട് ഇംഗ്ലീഷിലെ ഗ്രാമറും കാര്യങ്ങളൊക്കെ എടുത്ത് തരുന്നുണ്ട്. അരിത്തമാറ്റിക് ആൻഡ് മെന്റൽ എബിലിറ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ചാനലാണ് ട്രിക്ടർ എന്ന് പറയുന്നത്. ആ സാറിന്റെ ക്ലാസ്സിനകത്ത് ഷോർട്ട് കട്ട് മെത്തേഡ്സ് ഉപയോഗിച്ച് എങ്ങനെയാണ് ആൻസർ പെട്ടെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. ലീഗൽ ആപ്റ്റിറ്റ്യൂഡിന് വേണ്ടിയിട്ട് ഒരുപാട് കോച്ചിങ് സെന്റേഴ്സ് തന്നെ ഫ്രീ ആയിട്ട് യൂട്യൂബിൽ ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട്. ഇംഗ്ലീഷിനകത്ത് വരുമ്പോൾ ഇംഗ്ലീഷിൽ നമുക്ക് ഒരുപാട് വേർഡ്സ് പുതിയതായിട്ട് പഠിക്കേണ്ടി വരും. സോ അത് നിങ്ങൾ എപ്പോഴും ലാസ്റ്റത്തേക്ക് കൊണ്ടുവെക്കാതെ ഡെയിലി ഒരു 10 20 15 നിങ്ങൾക്ക് പറ്റുന്ന പോലെ, ഒരുപാട് 50 ഒന്നും ആദ്യം തന്നെ കൊടുക്കേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് തന്നെ വളരെ കുറഞ്ഞൊരു എമൗണ്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷം ഗ്രാജുവലി അത് ഇൻക്രീസ് ചെയ്താൽ മതിയോ. മോക്ക് ടെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ മോക്ക് ടെസ്റ്റുകളും നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ നോക്കുക. അതുവഴി നിങ്ങൾക്ക് അധികം ടൈം മാനേജ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ നിങ്ങൾക്ക് എവിടേക്കാണ് കൂടുതൽ ടൈം നിങ്ങളുടെ പോകുന്നത്, അതുപോലെ അതൊക്കെ കോപ്പപ്പ് ചെയ്യാനായിട്ട് ഈ ഒരു മോക്ക് ടെസ്റ്റ് എടുക്കുന്നത് വഴി നിങ്ങൾക്ക് സാധിക്കുക. ഫൈനൽ എക്സാം എങ്ങനെ ഇരിക്കും അതിനൊരു മോഡലാണ് ബേസിക്കലി മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത്. സോ നമുക്ക് ആ ഒരു മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ പേടി കുറയാനായിട്ട് ചാൻസ് ഉണ്ട്. അതുപോലെ നമുക്കൊരു പരിചയം വരും ഈ ഒരു സിമിലർ പാറ്റേണിലുള്ള ഒരു എക്സാം ചെയ്തിട്ട്. സോ നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ മോക്ക് ടെസ്റ്റ് എടുക്കാൻ ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് പ്രോപ്പറായിട്ട് നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് 2026 ക്ലിയർ എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി, അതിന് ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. സോ ബൈ ഗൈസ്.